ഇത് ഞാൻ ഷിയാക്കളെ വെള്ളപൂശുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ജൂത നസാറാക്കളും ഷിയാ വിഭാഗത്തിൽപ്പെട്ട റവാഫിദുകളും ഷിയാ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്, ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഇവര് തമ്മിൽ ആരാണ് നല്ലത്? ഒരു ചോദ്യമാണ്. ജൂത നസാറാക്കളും മുസ്ലിം സമാജത്തിന്റെ ഭാഗമായി തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ലാത്ത ഷിയാ വിഭാഗവും, ഷിയാ വിഭാഗത്തിലെ ഒരു വിഭാഗം, ഷിയാക്കളിലെ ഒരു വിഭാഗം റവാഫിദുകൾ, ഇവരിൽ ആരാണ് നല്ലത്, ഇവരിൽ ആരാണ് താരതമ്യേന കൊള്ളാവുന്നത് എന്ന ഒരു ചോദ്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരാളും അതിൽ അവിശ്വസിക്കുന്നവരെക്കാൾ ഉത്തമനാണ്. ആ വിശ്വാസിയിൽ ബിദ്അത്തുകൾ അഥവാ പുത്തനാശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിശ്വാസിയേക്കാൾ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്, മുസ്ലിം സമാജത്തിൽപ്പെട്ട ആളുകളാണ് ബിദ്അത്തുണ്ടെങ്കിൽ പോലും ഉത്തമരായ ആളുകൾ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഫത്വ കൊടുക്കുകയാണ്. ഇത് ഞാൻ ഷിയാക്കളെ വെള്ളപൂശുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ സാമ്രാജ്യത്വവും സയനിസവും ഈ ഉമ്മത്തിനെതിരെ നീങ്ങുമ്പോ, ഈ സമുദായത്തിനെതിരെ ലോകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അവനെ വെള്ളപൂശുകയും ഈ സമുദായത്തിന്റെ ഉള്ളിൽ ആഭ്യന്തരമായ ശൈഥില്യത്തിന്റെ വർത്തമാനങ്ങളും ശ്രമങ്ങളും നടത്തുകയും ചെയ്യുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സാമ്രാജ്യത്വവും സൈനിസവും മേൽ, ഇസ്ലാമിക സമൂഹങ്ങളുടെ മേൽ കടന്നുകയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന യുദ്ധസമാനമായ സവിശേഷ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെ ബദറിനെ മുൻനിർത്തിക്കൊണ്ട് ബദറിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അക്കമിട്ട് മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നതയുടെ സ്വരം നിങ്ങൾ ഉയർത്തരുത് എന്നുള്ളതാണ്. അത് എക്കാലവും ഈ ഉമ്മത്തിന്റെ വീര്യം ചോർന്നു പോകാതെ ഈ ഉമ്മത്തിന്റെ തനതു ശക്തിയിലും